പ്രിയപ്പെട്ടവരെ, കേരള സർവകലാശാല രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കാൻ ഗവർണർ. ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യും. സിൻഡിക്കേറ്റ് പിരിച്ചുവിടേണ്ട സാഹചര്യമില്ലെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ വീണ്ടും സസ്പെൻഷനിലേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണോ ഗവർണറുടെ നീക്കം? സിൻഡിക്കേറ്റ് ഇപ്പോൾ പിരിച്ചുവിടുന്നതിനെ കുറിച്ച് ഗവർണർ ആലോചിച്ചിട്ടില്ല എന്നാണോ രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത്? റഹീസ്, അരുൺ, അങ്ങനെയാണ്. സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കുന്നതിന്റെ അർത്ഥം ഫലത്തിൽ നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് രജിസ്ട്രാറെ പ്രത്യേകമായി വീണ്ടും സസ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്നാണ് രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. പകരം രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് തീരുമാനം ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സസ്പെൻഡ് ചെയ്യുകയാണ്, അത് റദ്ദാക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും. നടപടിക്രമങ്ങളിലേക്ക് രാജ്ഭവൻ കടന്നിട്ടുണ്ട്. മറ്റൊന്ന്, VC ഡോക്ടർ സിസ തോമസ് യോഗത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷവും ആ യോഗത്തിൽ അറ്റൻഡ് ചെയ്ത അന്ന് രജിസ്ട്രാറുടെ ചുമതലയുണ്ടായിരുന്ന ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ P ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം രാജ്ഭവൻ എടുത്തിരിക്കുന്നു. ഈ തീരുമാനം ചാൻസലർ വൈസ് ചാൻസലറെ അറിയിക്കും. അറിയിച്ചതിന് ശേഷം വൈസ് ചാൻസലർ ആയിരിക്കും ഡോക്ടർ P ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യുക. ഇതിനകം തന്നെ ജോയിന്റ് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് ഹരികുമാറിനെ സിസ തോമസ് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിന് പദവികളൊന്നുമില്ല, ലീവിലുമാണ് ഉള്ളത്. അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും രാജ്ഭവൻ എടുത്തിരിക്കുന്നു. അതും ഉടൻ തന്നെ നടപ്പിലാക്കും. മറ്റൊന്ന്, ഇന്നലെ സിസ തോമസ് കൊടുത്ത റിപ്പോർട്ടിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടണം എന്നൊരു ശുപാർശയുണ്ടായിരുന്നു. ആ ശുപാർശയിൽ രാജ്ഭവൻ നിയമോപദേശം തേടി. നിയമോപദേശത്തിൽ ഗവർണർക്ക് സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാം എന്ന നിയമോപദേശമാണ് ലഭിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ സിൻഡിക്കേറ്റിനെ പൂർണ്ണമായും പിരിച്ചുവിടേണ്ടതില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളയിൽ നിലവിലില്ല എന്നതാണ് ഗവർണറുടെ നിലപാട്. അതുകൊണ്ട് അത്ര കടുത്ത കൈയിലേക്ക്, ആ തീരുമാനത്തിലേക്ക് രാജ്ഭവൻ പോകുന്നില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ കോടതി അലക്ഷ്യ നടപടി നേടുന്ന സിൻഡിക്കേറ്റ് അംഗവും മുൻ CPM MLAയുമായ R രാജേഷിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ R രാജേഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. അതായത് നിലവിൽ ഏറ്റുമുട്ടാൻ തന്നെയാണ് രാജ്ഭവൻ. സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്നില്ലെങ്കിലും നേരത്തെ ഹൈക്കോടതിയുടെ വിധി വരുന്ന സമയത്ത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയിരുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഹൈക്കോടതി ഇന്നലെ കേസ് പരിഗണിക്കവേ പറഞ്ഞിരുന്നതാണ്. ക്രിമിനൽ കോടതിയെ ലക്ഷ്യം സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. രാജേഷിന് നോട്ടീസ് അയച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സിൻഡിക്കേറ്റ് അംഗത്തെ രാജേഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും ഒപ്പം രജിസ്ട്രാറേയും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഷനിൽ നിലനിർത്തിക്കൊണ്ടും സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കിക്കൊണ്ടും തിരിച്ചടിക്കാനാണ് ഗവർണർ ഒരുങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അരുൺ, അങ്ങനെ തന്നെ. ഈ വിവാദത്തിൽ ഇപ്പോൾ പന്ത് ഗവർണറുടെ കോർട്ടിലാണുള്ളത്. കാരണം ഇന്നലെ കോടതിയിൽ നിന്ന് അനിൽകുമാർ മുമ്പ് കൊടുത്ത ഹർജി പിൻവലിക്കുന്ന സമയത്ത് ഇതിൽ സിസ തോമസ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സിസ തോമസിന്റെ അഭിഭാഷകൻ എതിർപ്പ് പ്രകടിപ്പിച്ച സമയത്തിൽ ഇതിന്റെ കൃത്യമായ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാമെന്ന് വാക്കാൽ ഒരു പരാമർശം കോടതി നടത്തിയിരുന്നു. ആ കൃത്യമായ അതോറിറ്റി ചാൻസലർ എന്ന നിലയിൽ ഗവർണറാണ് എന്നതാണ് രാജ്ഭവന്റെ നിലപാട്. പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് രജിസ്ട്രാറെ നിയമിക്കുന്നത് സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് ആ അതോറിറ്റി എന്ന് കോടതി ഉദ്ദേശിച്ചത് സിൻഡിക്കേറ്റിനെയാണ് എന്ന വാദം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നിയമവൃത്തങ്ങൾ പറയുന്നത് കോടതി ഉദ്ദേശിച്ച അതോറിറ്റി എന്ന് പറയുന്നത് ചാൻസലറായ ഗവർണറാണ് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ഇതുകൂടി മുഖവിലക്കെടുത്തിട്ടാണ് തനിക്ക് ഇക്കാര്യത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു നിയമപരമായ പിൻബലം കൂടി ഉണ്ട്, അതാണ് കോടതി ഇന്നലെ വാക്കാൽ പറഞ്ഞത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കുകയും ഒപ്പം സിൻഡിക്കേറ്റ് തീരുമാനം എടുക്കാത്ത അല്ലെങ്കിൽ റദ്ദാക്കുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റിന് ഒപ്പം നിന്ന ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുമുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അതോടുകൂടി R രാജേഷിനെതിരായ ഒരു സസ്പെൻഷൻ നടപടികളിലേക്ക് കൂടി കടക്കാൻ പറ്റുമോ? അങ്ങനെ കടക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നിലവിലുള്ള വിവാദത്തിൽ വിജയിച്ചു നിൽക്കുന്നത് ഗവർണറാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ സിൻഡിക്കേറ്റ് തീരുമാനം ചാൻസലർ റദ്ദാക്കുമ്പോൾ ഉറപ്പായും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കും എന്ന കാര്യം അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും കേരള യൂണിവേഴ്സിറ്റിയിലെ സംഘർഷം ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് എന്ന് വേണം കരുതാൻ.
താങ്ക് യു. റഹീസ് റഷീദാണ് നമുക്കൊപ്പം ചേർന്നത്. സർവകലാശാലയിൽ അക്കാദമിക പ്രവർത്തനം ഒഴിച്ച് ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും ചാൻസലർക്കും താല്പര്യമുണ്ട്, VC-ക്കും താല്പര്യമുണ്ട്. ഇതാണ് അവിടുത്തെ അവസ്ഥ.